പക്ഷെ ചേച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു ഓറ. ലൈക്ക് ഈ ഡ്രസ്സും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പെൺകുട്ടികള് എന്താ 4 ചുവരില് അടഞ്ഞുകൂടെ എന്നാലും അടച്ചിട്ട് കഴിഞ്ഞാലും ചാടി പോകുന്നവരുണ്ടല്ലേ, ഉണ്ടാവും. അപ്പൊ ഈ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ലെസ്ബിയനാണ്. ഫാമിലി ലൈഫ് എനിക്കിപ്പം ഇത്രയും ഏജ് ആയെങ്കിൽ പോലും എല്ലാരും എന്നോട് പറയും കൊച്ചു പിള്ളേരെ പോലെയാ സംസാരിക്കുന്നു, അല്ലെ ആറ്റിറ്റ്യൂഡൊക്കെ അതുപോലെയാണ്. അപ്പൊ നമ്മൾ അതാണ് വേണ്ടത് അല്ലേ. നമുക്ക് എത്ര ഏജ് ആയാലും നമ്മൾ തള്ള വൈബ് കാണിക്കാതിരിക്കുക, തന്ത വൈബ് കാണിക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അവനവന്റെ വീട്ടിലെ കാര്യം തിരക്കാൻ നേരമില്ല. എല്ലാവരും എന്റെ കമന്റ് ബോക്സിലുണ്ട്. ഞാനിതെല്ലാം തിരക്കിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ പണ്ടന്മാർക്ക് വല്ലതും അറിയോ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണല്ലേ, ഈ പെണ്ണുമ്പിളക്ക് വേറെ ഒരു പണിയില്ല. എടാ ഞാൻ വല്ല പണി ഉണ്ടെങ്കിൽ അടുക്കള പണി എടുത്തോളൂ, ഇതിന്റെ മുന്നിൽ വന്ന് കുത്തിയിരിക്കൂ. എന്തുവാ ചോദ്യങ്ങളൊക്കെ. കേരളത്തിലുള്ള പുരുഷന്മാരുടെ ലൈംഗികത വിറ്റിട്ടാണ് സ്ത്രീകൾ പല വീഡിയോസും ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരുമാനം കണ്ടെത്തുന്നതൊക്കെ. അതിനോട് യോജിക്കുന്നുണ്ടോ? അയ്യോ, എനിക്ക് വരുന്ന ലൈവിലൊക്കെ ഞാൻ ഇരിക്കുമ്പോ തന്നെ എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാ വരുന്നതെന്ന് അറിയാം. അതും 18-19 വയസ്സുള്ള പിള്ളേരുകളാ വന്നിട്ട്. ഞാനിപ്പോ പറയുന്നില്ല ഞാൻ ക്യാമറ. ഹലോ എവരി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര പരിചയമുള്ള ഒരാളാണ്, വേറെ ആരുമല്ല, നമ്മുടെ നിമിഷ ചേച്ചിയാണ്. വെൽക്കം ടു മാത്സ്റ്റിക് മീഡിയ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സുന്ദരിയാണ്. സൗണ്ട് കുഞ്ഞു പിള്ളേരെ എല്ലാരും പറയും ശരീരം വലുതും സൗണ്ട് കുഞ്ഞിതെന്നൊക്കെ. പക്ഷെ ചേച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു ഓറ. ലൈക്ക് ഈ ഡ്രസ്സും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരമ്മയും കൂടിയായിട്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ സന്തൂർ മമ്മി എന്നൊക്കെ പറയില്ലേ, അതൊരു ഫീല്. പക്ഷെ എന്നെ അങ്ങനെ ആരും പറയാറില്ല. നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്, പക്ഷെ കമന്റിലൊന്നും പറയാറില്ല. നല്ല വൈബ് അമ്മായി. പക്ഷെ നേരിട്ട് കാണുമ്പോഴാണല്ലോ നമ്മൾ ആരും എന്താ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കാണുന്നത്. അപ്പൊ വന്ന് കയറിയപ്പോ തന്നെ നോക്കിയത്, ആ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ആലോചിച്ചു, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട് ശരിക്കും. ഇല്ല, ഞാൻ ശരിക്കും പറയാം, ഇത് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെ, സന്തോഷം. അപ്പൊ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി, രാക്ഷസി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങി. അതിന് മുന്നേ ലവ് ഫോർ സെയിൽ എന്ന് പറയുന്ന അതൊരു ലെസ്ബിയൻ മൂവിയാണ്. അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് വെച്ച മൂവിയൊക്കെ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ റീൽസ് വെറുപ്പിക്കലൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ യൂട്യൂബ് ചാനൽ. അപ്പൊ എങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ എന്നൊരു മോഡിലോട്ട് ഫസ്റ്റ് വന്നത്? ഞാൻ ഫസ്റ്റ് വന്നത് നമ്മുടെ ടിക്ടോക്ക് വഴിയാണ്. അപ്പൊ ആ പണ്ടത്തെ ടിക്ടോക്ക് അന്ന് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബാൻ ആയി പോയി. അതിനുശേഷമാണ് ഇൻസ്റ്റാഗ്രാമിനെ പറ്റി നമ്മൾ പഠിച്ചതൊക്കെ. അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ, ഈ മണിച്ചേരന്റെ വീഡിയോ തന്നെ ഞാൻ അതിനകത്ത് ഇട്ടു. അപ്പൊ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ ഇൻകം കിട്ടും എന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ അങ്ങനെ ഒരു കുളി അങ്ങോട്ട് നടത്തി. കുളി അങ്ങോട്ട് നടത്തി. അപ്പോ അതിനുശേഷം നല്ലപോലെ റീച്ച് ആവാൻ തുടങ്ങി. അപ്പൊ ആൾക്കാരുടെ ടേസ്റ്റ് എന്താണ്, നമ്മൾ അത് പിടിക്കല്ലേ. ഞാൻ അത് പിടിച്ചു. ഇപ്പൊ ആൾക്കാർക്ക് പോരാന്നാ പറഞ്ഞത്. പക്ഷെ എന്തായാലും എന്താ പറയാ, ഒരു ഗട്ട്സും കൂടെ വേണമല്ലോ. ഒന്നൊന്നല്ല 5 വേണം. അല്ല, പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പൊ എത്രയ്ക്കാണെങ്കിലും നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ജഡ്ജ്മെന്റ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ ഒന്നും ചെയ്യാണ്ടൊരു ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെയാ ഒരു ഗഡ്സ് വന്നത്? അതെന്ന് വെച്ചാല് നമുക്കിപ്പോ നമ്മൾ മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഫണ്ട് കൊണ്ടുമൊക്കെ നമ്മൾ പല ആൾക്കാരെ കരഞ്ഞ് കാല് പിടിച്ച് പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും നമ്മളോട് ആരും തരാനോ അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറെ കണ്ണുകളോട് നമ്മളെ നോക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സ്വന്തം കാലം നിന്നുകൂടാ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കിയിരിക്കുക പല വഴി നമ്മൾ നോക്കി. പക്ഷെ അതൊന്നും നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പൊ മറ്റേ ഒരു പരസ്യം കാണിക്കുന്നത്, ഞങ്ങളിതാ നിങ്ങൾക്ക് ഒരു സജസ്റ്റ് സോഷ്യൽ മീഡിയ. തെറി പറയുമ്പോ പോലും നമ്മളെ ആരും നേരിട്ടൊന്നും പറയാൻ വരുന്നില്ല. പിന്നെ നമ്മളെന്താണെന്ന് നമ്മുടെ കുടുംബത്തില് നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ കുടുംബക്കാർക്ക് നമ്മൾ അറിയാ എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിച്ചാൽ നമുക്കൊന്നും ആവാൻ പറ്റൂല. ഏത് ജോലിയാണെങ്കിൽ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, ഇല്ലേ? എഫോർട്ട് എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വെറുതെ അടുക്കളയിൽ ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ വരെ ഇപ്പൊ കുറ്റപ്പെടുത്തലും അഭിഖ്യാതികളും ഉണ്ട്. പിന്നെ നമ്മളെപ്പോലെ അഭിഖ്യാതികളുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ, ഞങ്ങളുടെ ലൈഫായിട്ട് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ തുടക്കം തന്നെ. അപ്പൊ കമന്റ് കണ്ടുമ്പോൾ ചേട്ടനാണെങ്കിൽ നീ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോണേ, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം. പിന്നെ മറ്റുള്ളവർ പറയുമ്പോൾ നീ എന്തിനാ, അവരാണ് നിനക്ക് ചിലത് അല്ലല്ലോ. പക്ഷെ എന്നാലും ആലോചിച്ചൊക്കെ നോർമലി നമ്മളിപ്പോ തെറി കേട്ടു അല്ലെങ്കിൽ ഇങ്ങനെ
നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നാട്ടുകാരെന്ത് പറയുന്നു, അയ്യോ നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഒരു പേടിയോട് ജീവിക്കുന്ന ഒരു കൂട്ടാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. അതാണ് അവരെന്ത് പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കും. കമന്റ്സ് ഇന്ന് കുറവാണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിനേക്കാളും ഞാൻ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട്. കാരണം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ചിലവരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇത് ശരിയല്ല, നീ നിർത്തണം, അങ്ങനെ കൺട്രോൾ ചെയ്യണ ഒരുപാട് ഹൗസ് ഹോൾഡ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ. അങ്ങനെ ആകുമ്പോ നീ ഇത് മൈൻഡ് ആക്കട, അങ്ങനെ പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. എന്തിനും എന്റെ കൂടെ സപ്പോർട്ട്. അത് ഞങ്ങൾ തമ്മിൽ അത്രയും ചെറുപ്പം തുടങ്ങി ഞങ്ങൾക്ക് അറിയാം. എനിക്കൊരു 12 വയസ്സുള്ളപ്പോൾ തുടങ്ങി അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ശരിക്കും ഞാൻ എന്താണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹം എന്താണെന്ന് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഓപ്പൺ മൈൻഡ്, അങ്ങനെ എല്ലാ കുടുംബത്തിലും ഇതൊക്കെ ഉണ്ടായാൽ ജീവിതമൊക്കെ ലൈഫാ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന അത്രയും വരത്തില്ല ഒരു ലിവിങ് ടുഗദർ, ഒരു ലവ് റിലേഷൻഷിപ്പും. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എല്ലാവരും പറയാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പെമ്പിള്ളേർ ഇറങ്ങിപ്പോയിട്ട് ലിവിങ് ടുഗദർ, കല്യാണമേ വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നു, കല്യാണം കഴിപ്പിച്ചോ, പക്ഷെ സ്വന്തം പെമ്പിള്ളേരെ കാര്യത്തിൽ ഞാൻ പറയാട്ടോ, പെമ്പിള്ളേർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി ജോലി ആയതിനു ശേഷം പിള്ളേരെ കെട്ടിച്ചു വിടുക. 25, 26, 27 വയസ്സായിക്കോട്ടെ, കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ വേണ്ടി വരൂല്ലേ ആരും. ആരും ഇപ്പൊ കെട്ടാതെ നിന്ന് പോകാൻ അത് ഒരു പോയിന്റാണ്. പിന്നെ എന്റെയൊക്കെ ലൈഫിൽ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയതും. എനിക്ക് ഇത്രയും ഇപ്പൊ എന്താ പറയാ, ഈ ചാലക്കുടി പോലുള്ള ഒരു മേഖലയിൽ എനിക്ക് വരാൻ സാധിച്ചു. ഇപ്പൊ കൊച്ചിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, താമസിച്ച്. ഇപ്പൊ റെന്റിനാണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഈ സെന്ററിലാണ് നിൽക്കുന്നത്. എനിക്ക് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ എന്റെ സ്വപ്ന ലോകമായിരുന്നു. എനിക്ക് കാണാൻ പറ്റുമോ, പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ആയിരുന്നു. അപ്പൊ ആ സെന്ററിൽ തന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഗഡ്സ് ഉള്ളത് കൊണ്ടാണ്. അല്ല കരഞ്ഞോണ്ടിരിക്കാനാണെങ്കിൽ നമ്മളിപ്പോ എന്നും എവിടെ എത്തത്തില്ല. കരഞ്ഞോണ്ട് അടുക്കളയിൽ തന്നെ ചോറും കറിയും. ഇപ്പൊ പറയല്ലോ നമ്മള് പെൺകുട്ടികള് എന്താ 4 ചുവരില്. പക്ഷെ എന്നാലും അടച്ചിട്ട് കഴിഞ്ഞാലും ചാടി പോകുന്നവരുണ്ടല്ലേ, ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും ഇതാക്കാം. പക്ഷെ ഒരു ഇപ്പൊ നമ്മളെ വീട്ടിലിറത്തുന്ന മക്കളെ വളർത്തുവാണെങ്കിൽ ആ മക്കൾക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്തുണ്ടെങ്കിലും ഇപ്പൊ ഒരാളെ സ്നേഹിക്കാൻ തോന്നിയാലും അമ്മയോട് കൂടി ഒന്ന് പറയണം, അമ്മേ എനിക്ക് ആളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും, അവളെ വന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളൊരു കണ്ണവക്ക് വേണം. അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അവരുടെ മക്കളുടെ കാര്യം നോക്കാനും നേരമില്ല ആർക്കും. എല്ലാവരും ജോലി തിരക്ക് കാര്യങ്ങള്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ 18 വയസ്സ് 19 വയസ്സായ പെൺപിള്ളേരും ഉണ്ട്, ആൺപിള്ളേരും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ നടക്കല്ലേ, അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഈ കൊച്ചി തന്നെ നമുക്ക് എവിടെ പോലും അറിയാൻ പറ്റും. നമ്മളിങ്ങനെ നടക്കാനും പോകുന്നില്ല, നമ്മൾ ആരുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫുമായിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് ആരുടെയും കാല് പിടിക്കാതെ അവനവന്റെ കാര്യം നോക്കിയിട്ട്, അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ അത് കാണും. എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വേറെ പുറത്തൊരു ഫോട്ടോഷൂട്ടിനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് താല്പര്യമില്ല പോകാൻ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫായിട്ട് നമ്മൾ പോകും. ഇപ്പൊ ലവ് ഫോർ സെയിൽ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ മൂവി ചെയ്തല്ലോ. അപ്പൊ ഈ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ലെസ്ബിയനാണ്. ഫാമിലി ലൈഫ് ബോധമില്ലാത്ത ആൾക്കാർ ചോദിക്കും, നമ്മളത് കൊച്ചു പിള്ളേരെ ശ്രദ്ധിക്കില്ല. നമ്മള് കൊച്ചു പിള്ളേരെ ശ്രദ്ധിക്കാൻ എനിക്കിപ്പോ ഇത്രയും ഏജ് ആയെങ്കിൽ പോലും എല്ലാരും എന്നോട് പറയും കൊച്ചു പിള്ളേരെ പോലെ ആ സംസാരിക്കുന്നു, അല്ലെ ആറ്റിറ്റ്യൂഡൊക്കെ അതുപോലെയാണ്. അപ്പൊ നമ്മൾ അതാണ് വേണ്ടതല്ലേ. നമുക്ക് എത്ര ഏജ് ആയാലും നമ്മൾ തള്ള വൈബ് കാണിക്കാതിരിക്കുക, തന്ത ഒന്ന് ഇങ്ങനെ കാണിക്കാനായിട്ട് അങ്ങനെ കാര്യത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് തന്തയും തള്ളയൊക്കെ വൈബ്. അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചിരിച്ചു കളിച്ച് എനിക്ക് ഇങ്ങനത്തെ ചെറിയ ഡ്രസ്സ് ഇടാനും ഒക്കെ എന്റെ ചെറുപ്പം മുതൽ എന്റെ ആഗ്രഹം എനിക്ക് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാനിപ്പോ കുഞ്ഞുടുപ്പുകളൊക്കെ ഞാൻ ഇടും. എന്താ പറയാ, ഈ ജീൻസ് ടോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ മേടിച്ചിടും. ഇതൊക്കെ ഞാൻ മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഇടാം. ഞാൻ ഓരോ വെറൈറ്റി കൊണ്ടുവരും. ഇതിപ്പോ ഞാൻ ഇട്ടെങ്കിൽ സാരിയുടെ ബ്ലൗസ് ആയത്, ഇത് വേറെ അങ്ങനെ ഞാൻ ഇതിലൊക്കെ വെറൈറ്റി കൊണ്ടുവരും. പക്ഷെ ചേരുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അതല്ല ഭംഗിയായിട്ട് ഞാൻ അങ്ങനെ ഓരോ വെറൈറ്റി ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ അന്ന നേരത്തെ ചോദിച്ചത് ലെസ്ബിയൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പൊ ശരിക്കും ചിലവര് പറയുന്നു അത് ശരിയായ കാര്യമല്ല, അത് ഭയങ്കര തെറ്റാണ്. ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ ലെസ്ബിയൻസ് ഉണ്ടാവും, ഗേ ഉണ്ടാവും. ഇതൊക്കെ ജന്മം അവർക്ക് അല്ല, ദൈവം അവർക്ക് കൊടുത്തേക്കുന്നത് ജന്മങ്ങളാണ്. നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ? അതിലുപരി അവരൊരു മനുഷ്യരാണ് അല്ലേ. അങ്ങനെ കാണുക. ട്രാൻസ്ജെൻഡേഴ്സ് അവരെയൊക്കെ തെറി പറയുന്ന മോശമുള്ള പരിപാടികളാണ് അതൊക്കെ. അവർക്ക് ജീവിക്കട്ടെ. അവർക്ക് എല്ലാവർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരും ജീവിക്കട്ടെ. അവരവരുടെ സന്തോഷം അവർക്ക് കിട്ടുന്ന രീതി എന്താണോ അത് അവർ സന്തോഷിക്കട്ടെ. ഈയിടെ തന്നെ ഒരു റീൽസ് ചെയ്തിട്ട് മരിച്ചില്ലേ, എന്താ പറയാ പേരെന്താ, ജുനൈദ്. തലേ ദിവസം വരെ തെറിയായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ അയ്യോ എന്ത് നല്ലവനായിരുന്നു, എന്ത് എത്രയുള്ള മനുഷ്യന്മാരുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ റീല് ചെയ്ത് നമ്മൾ ഇട്ടിരുമ്പോ ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി എവിടെയോ കിടക്കുന്ന ആൾക്കാർ വരെ ഇറങ്ങി വരും തെറി വിളിക്കാനായിട്ട്. മരിച്ചു പോയി ഇവര് പെട്ടെന്ന് നല്ലവരാണ്. എന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ പൊതുവെ പറയാറുണ്ട് നമ്മുടെ മലയാളികൾക്ക് ഒരാളെ വിലയിരുത്താൻ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് പറയാൻ നല്ല കഴിവാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതെ, അത് നേരിട്ടല്ല, കമന്റ് ബോക്സിൽ കൂടെ മാത്രം കാണിക്കുന്ന ഒരു ധൈര്യം പ്രത്യേകം മലയാളികൾക്ക് ഉണ്ട്. ഇപ്പൊ ചേച്ചിയുടെ പറഞ്ഞു ഇന്നലെ ഒരു തെറി വിളിച്ചാണ് ഇന്ന് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു
ആ ഒരു മനോഭാവം ചേച്ചിയുടെ കാര്യത്തിൽ എത്രത്തോളം ലൈക്ക് എന്തൊക്കെ ഒരു റിയാക്ഷൻ ആണ് ചേച്ചി കൊടുത്തിട്ടുള്ളത്? ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പോകാറില്ല. പക്ഷെ യൂട്യൂബിൽ ലൈവ് ഇരിക്കുമ്പോഴത്തേനും എന്നോട് ആരെങ്കിലും വന്നിട്ട് ഡ്രസ്സിന്റെ കാര്യം നിങ്ങൾക്ക് എന്തായാലും ഈ ഡ്രസ്സ് ഇട്ടൂടെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ ആദ്യം നിങ്ങൾ പോയി നോക്ക്. ഞാൻ ഉള്ള ഉപ്പേരി പോലെ പെട്ടെന്ന് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ്. അത് എവിടെ നിന്നാന്ന് അറിയത്തില്ല, കിട്ടും എനിക്ക്. അപ്പൊ അങ്ങനെ വന്നിരിക്കും, ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഞാൻ മറുപടി കൊടുക്കും. പിന്നെ കമന്റ് ബോക്സിലൊന്നും ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും ഞാൻ കൊടുക്കാൻ പോകത്തില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ തുറന്ന് കൊടുത്തേക്കും. അങ്ങനെ ഇടുവോ, അടി വെക്കുവോ, പിരിയുവോ, അടിച്ച് പിരിയോ, എന്തുവല്ലോ ആയിക്കോട്ടെ. അപ്പൊ എന്നാലും ഇടക്ക് ഭയങ്കര തുടങ്ങിയ സമയത്ത്, ഇപ്പൊ പിന്നെ നമുക്ക് കേട്ട് ശീലം എന്ന് പറയാം, തുടങ്ങിയ സമയത്ത് ഭയങ്കര വിഷമോ അല്ലെങ്കിൽ തിരിച്ചു പറയണമെന്നൊന്നും തോന്നാറില്ല? തിരിച്ചു പറയണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചേട്ടൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇനി ഒരു പണിയില്ലാത്തവരാണ് അവര്, നിനക്ക് വേറെ പണിയൊന്നും, നീ വന്ന് 10 റീൽ എടുക്കാന്ന് പറയും. എനിക്ക് അവിടെ നേരെ സമയം കിട്ടണല്ലേ. ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്യാവശ്യം ഇങ്ങനത്തെ കുക്ക് ചെയ്യണത് റീലും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന റീലും ഒക്കെയാണ്. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന റീല്, ഒറ്റ പഠിക്കുന്ന റീല്, എല്ലാ റീലാണ് ഇപ്പൊ. ഓൺ വോയിസ് മതിയല്ലോ ഇപ്പൊ, ഫുള്ള് അങ്ങോട്ട് ചുമ്മാ ഇറങ്ങി വരും ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട്, അതൊക്കെ റീലാണ് ഇപ്പൊ. അപ്പൊ പിന്നെ നമുക്ക് എവിടെ നേരെ നമ്മളതൊക്കെ എടുത്തിടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ സ്ത്രീ എന്ന് പറയുന്ന ഒരാള് പൊതുവെ നമ്മളിപ്പോ ഇപ്പൊ എന്റെ കാര്യത്തിലും അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ, കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം, അപ്പം പിന്നെ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഫ്രീഡം കിട്ടിയെന്നൊക്കെ. അപ്പൊ കല്യാണത്തിന് മുന്നേ ആ ഒരു റെസ്ട്രിക്ഷൻ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ആ ഒരു നമുക്ക് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വരാറുണ്ട്. അപ്പൊ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പറയാറ് നീ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്താ വെച്ച ചെയ്തോ, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിക്കും ഫ്രീഡം കിട്ടിയെന്നൊക്കെ. അപ്പൊ ചേച്ചി എന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ കാലഘട്ട വ്യത്യാസമുണ്ട്. അത് അത്രയും വർഷങ്ങൾ പുറകിലേക്കായിരുന്നു. പിന്നെ ഞങ്ങള് വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ കഷ്ടപ്പാടും ദുരിതവും മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പിള്ളേർ ജനിക്കുവാണെങ്കിൽ ആ പിള്ളേർക്ക് എത്രത്തോളം സൗകര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. അപ്പൊ അത്രയും ചിന്തിച്ച് അവരെ വളർത്തി എത്രയ്ക്കോ സ്വപ്നം കാണുന്നുണ്ട് അച്ഛനും അമ്മമാരും ഒക്കെ മക്കളെ പറ്റി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഒരു പ്രായം കഴിഞ്ഞ് ഇവിടെ എങ്ങനെയും മറ്റവന്റെ വീട്ടിൽ വിടുക എന്നുള്ള ചിന്താഗതി മാറ്റി വെക്കുക. ആ പെൺകുട്ടികളെ കാര്യം ഞാൻ പറയുന്നത്, ആമ്പിള്ളേർ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം തലതെറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അവളെ പഠിപ്പിച്ച് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ഉണ്ടായതിനു ശേഷം മാത്രം കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വിലയുണ്ടാവും. അല്ലാതെ ഞാൻ ഈ സ്വർണം കൊടുക്കലോ വാങ്ങലോ അതിനോടൊന്നും ഞാൻ കൊടുക്കുന്ന മോക്ക് ഒരു നല്ലൊരു ജോലി, ഒരു വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവർക്ക് ഒരു പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസമാണ്. അത് കൊടുത്തിട്ട് ആ പിള്ളേർ നമ്മളോട് പറയും അമ്മ അച്ഛൻ മതി ഞങ്ങൾ ജോലിയൊക്കെ ചെയ്തു, ഇനി എന്റെ കല്യാണം നോക്കിക്കോ, അതുവരെ നമ്മുടെ മക്കളല്ലേ നമ്മളോട് നിൽക്കട്ടെ. അതന്നെ, അങ്ങനെ പല പാരന്റ്സും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കണം. എല്ലാ ലേഡീസും എല്ലാ പേരൻസും അങ്ങനെ ചിന്തിക്കണം. കാരണം അവനവന്റെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അനുഭവിക്കുന്നത് അത് പലതൊക്കെ നിങ്ങളോട് പറയും, പലതൊന്നും അവർ പറയത്തില്ല. ശരിയല്ലേ? ഒരു പെണ്ണായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നില്ല. നമുക്ക് ഒരു വീട്ടുകാരോട് നമുക്ക് വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി പറയാൻ പറ്റത്തില്ല, പിടിച്ചു വെച്ച് വേണം സംസാരിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളും കൂടി ചൂസ് ചെയ്തൊരു ലൈഫും കൂടെ ആണെങ്കിൽ ഒട്ടും പറയാൻ പറ്റില്ല. ലവ് മാരേജിനെ പറ്റി എനിക്ക് അതൊക്കെ അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അവര് ലൈൻ അടിക്കുവോ അതൊക്കെ അവരുടെ ഇപ്പൊ നമ്മുടെ തന്നെ എനിക്കറിയാവുന്നവരോ അല്ലെങ്കിൽ എന്റെ ഫാമിലിപ്പെട്ടവരോ അല്ല അമ്മ എനിക്ക് ലൈൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവര് രണ്ടുപേരും സംസാരിക്കും. അവര് പറയും അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് വരും. ഇപ്പോഴത്തെ കാലമാണ്. പിന്നെ അത് നമ്മൾ മനസ്സിലാക്കി രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒളിച്ചൊന്നും ഓടി പോവാതിരിക്കുക, ഞങ്ങൾ കല്യാണം നടത്തി തരാം പഠിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു ഓപ്പൺ ടോക്ക് ഉണ്ടായാലാണ് കാര്യമുള്ളൂ. ഒരു അമ്മമാരെന്നൊക്കെ പറഞ്ഞാല് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ഒരു വീട്ടിലൊരു കുട്ടിയുടെ ഇപ്പം മോളാണെങ്കിൽ തന്നെ എൻ്റെ മോളാണെങ്കിൽ തന്നെ ക്ലാസ്സിൽ പോയിട്ട് വരും, അന്ന് നടക്കുന്ന അതേപടി കാര്യങ്ങൾ നമ്മളോട് പറയും. അമ്മ ഇന്നിങ്ങനെ കണ്ടു, അമ്മ ഇന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഈ കറിയാണെന്ന് പറയാം അവരെന്നെ വിളിച്ച് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ വിശ്വാസമാണ് കേട്ടോ. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ബാക്കിയൊക്കെ. ഇപ്പൊ ഒരു കണക്ഷൻ അമ്മമാർ അല്ലെങ്കിൽ പാരന്റ്സും മക്കളും തമ്മിൽ വേണമെന്നല്ലേ ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞു പിള്ളേരാണ് കൂടുതലും ക്രൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത്. അപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ എന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ തോന്നുന്നത്? എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. പേഴ്സണൽ എന്റെ കാര്യത്തിൽ എന്ന് വെച്ചാല് എന്റെ മക്കൾ ഇപ്പം അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലാണ് വളരുന്നത്, ചാലക്കുടിയിൽ. അപ്പൊ ഞാൻ അവർ ഇവിടെ കൊണ്ടുവന്നാൽ ഒരു ദിവസം അച്ഛനും അമ്മയും കൂടെ ഒക്കെ നിൽക്കും. പിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം. അവർക്ക് ഇവിടെ നിൽക്കാനും താല്പര്യമില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തോടും മേടും കാടും ഒക്കെയാ. ഇവിടെ ഉള്ളവർ ഫുള്ള് മൊബൈലില്ല. അവിടെ അങ്ങനെയല്ല. അവിടെ ഫുട്ബോൾ കളി, സാറ്റുകളി, പിന്നെ തോട്ടിലും കാട്ടിലും ഏറി കനാലിൽ കയറിയുള്ള കുളികള് എല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ. അങ്ങനെയാണ് അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞത്. അവിടെ റേഞ്ച് ഇല്ല. ആകെപ്പാടെ റേഞ്ച് ഉള്ളത് മറ്റേ കേരള വിഷൻ. അതാണെങ്കിൽ വന്നു പോയി അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇവർക്ക് നെറ്റ് അവിടെ എപ്പോഴും കിട്ടത്തില്ല. ഞാൻ പിന്നെ വൈഫൈ മേടിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ ചിലപ്പോൾ ലൈവ് ഇടാനായിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് വരും പോകും ഇങ്ങനത്തെ ഉള്ള അവസ്ഥയില്ല. അപ്പൊ ഇപ്പൊ ചാമ്പങ്ങ സീസൺ, റംബൂട്ടാൻ സീസൺ ഒക്കെയാണ്. ചാമ്പങ്ങ പൊട്ടിക്കാൻ പോകല്,
അങ്ങനെയാണ് അവിടുത്തെ ഒരു വൈബ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ന്യൂജൻ പിള്ളേരുടെ ചിന്താഗതി എനിക്കൊന്നും മനസ്സിലാകത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് നാട്ടുപുറം തന്നെ എനിക്ക് ഇഷ്ടവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടൗണിലേക്ക് വരുമ്പോഴത്തേനും പല കൂട്ടുകെട്ടിൽ നിന്നും പിള്ളേർ ചിന്താഗതി മാറ്റുന്നതാവാം. ഇപ്പം എന്താ പറയുക, പലയിടത്തും നമ്മൾ കാണുന്ന കാര്യമൊക്കെ തന്നെയാണ്. പിള്ളേരുകൾ വട്ടം കൂടി ഇരിക്കുമ്പോഴത്തേനും ഒറ്റ സിഗരറ്റ് വലിച്ചിരിക്കുമ്പോഴത്തേനും അടുത്തവൻ്റെ ഒന്ന് വലിച്ചു നോക്കടാ, പ്രോത്സാഹനം. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ എന്നൊക്കെയാണ് പിള്ളേരെല്ലാം ഒരു വക ആയി പോകുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് ന്യൂസ് ഉണ്ടല്ലേ, ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മരിച്ചല്ലേ, അടിയുണ്ടാക്കിട്ട് ടെൻഷൻ ആവാറുണ്ട് അങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ. എന്താ ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന് ഓർത്തിട്ടേ. ഒന്നാമത്തെ കാര്യം ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അവനവന്റെ വീട്ടിലെ കാര്യം തിരക്കാൻ നേരമില്ല. എല്ലാവരും എന്റെ കമന്റ് ബോക്സിലുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? അതുകൊണ്ട് ഇവർക്ക് നേരമില്ല. ഇവർക്ക് നേരം ഇവരാദ്യം അവനവന്റെ വീട്ടില് അവനവന്റെ കൊച്ചി എവിടെ പോകുന്നു, അല്ലെ എന്റെ ഭാര്യ ഇന്ന നേരത്തെ എവിടെ പോകുന്നു എന്നൊക്കെ ഒന്ന് തിരക്കിയാൽ മതി, അല്ല ചേട്ടന്മാരെ എവിടെ പോകുന്നു എന്നൊക്കെ തിരക്കിയാൽ മതി. അല്ലാതെ എന്റെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടുമോ? ഞാനിതെല്ലാം തിരക്കിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ പണ്ടന്മാർക്ക് വല്ലതും അറിയോ? എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണല്ലേ, ഈ പെണ്ണുമ്പിളക്ക് വേറെ ഒരു പണിയില്ല, എടാ ഞാൻ വല്ല പണി ഉണ്ടെങ്കിൽ അടുക്കള പണി എടുത്തോണ്ടിരിക്കും, ഇതിന്റെ മുന്നിൽ വന്ന് കുത്തിയിരിക്കൂ. എന്തുവാ ചോദ്യങ്ങളൊക്കെ? ഈ ചോദിക്കുന്നവരുടെ പണി എന്താണ്? എനിക്കിവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ മതി, അവർ കമന്റ് എഴുതി അങ്ങനെ ഇടണേ. എന്തൊരു സമയമല്ലേ പോടെ. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഇതുവരെ കേട്ടില്ലേ ഏറ്റവും വലിയ നെഗറ്റീവ് കമന്റ് എന്താണ്? അതെന്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ കമന്റ് തന്നെയാണ്. അതിന് എനിക്ക് ഇഷ്ടമില്ല. എന്റെ കുടുംബത്തെ തൊട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തത് കേസും ആക്കിയിട്ടുണ്ട്. അല്ല, പൊതുവെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്ത് ചുമ്മാ വന്നിരുന്നാലും ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടാലും പോലും പണിയില്ലേന്ന് മാത്രല്ല വീട്ടിലുള്ളവരൊക്കെ വിളിക്കുന്നത്. അങ്ങനെ കുറെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ എനിക്കൊരു ആശ്വാസം വരാറുണ്ട്. അതന്നെ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കാറ്. അതിനൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അതിന് ടെൻഷൻ ആകാതിരിക്കുക. കാരണം അവർക്ക് പണിയില്ലാതിരിക്കുന്നവരാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അതേ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ അവരെ കുറ്റം പറയുന്നത്, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അതാണ് ചിന്തിച്ചാൽ ഇതിന് വലിയ മറുപടി ഇല്ല. ഇപ്പൊ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിലുള്ള പുരുഷന്മാരുടെ ലൈംഗികത വിറ്റിട്ടാണ് സ്ത്രീകൾ പല വീഡിയോസും ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരുമാനം കണ്ടെത്തുന്നതൊക്കെ. അതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ ആണുങ്ങളെ അങ്ങനെ കളിയാക്കുന്നത് ശരിയാണ്. അവര് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ കളിയാക്കാൻ നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. അവരത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സ്വന്തമായിട്ട്. അത് ഇല്ലെങ്കിലും അത് ഉണ്ടെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവര് കമന്റ് വഴി വന്ന് പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. എന്തിനാണ് പറയിപ്പിക്കണത്? ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണോടെ ഇതൊക്കെ? എന്താ അവസ്ഥയാണ്? ഒന്നും പറയാനില്ല. ഇപ്പൊ അയ്യോ, എനിക്ക് വരുന്ന ലൈവിലൊക്കെ ഞാൻ ഇരിക്കുമ്പോ തന്നെ എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാണ് വരുന്നതെന്നറിയാം. അതും 18-19 വയസ്സുള്ള പിള്ളേരുകളാ വന്നിട്ട്. ഞാനിപ്പോ പറയുന്നില്ല ഞാൻ ചെയ്തോണ്ടിരിക്കുക, ചെയ്തു തരുമോ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ മാതിരി വൃത്തികെട്ട രീതിക്ക് കൊടുക്കുക അങ്ങോട്ട്. പിന്നെ അവന്മാര് പിന്നെ കാണത്തില്ല. അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞല്ലേ, നേരിട്ട് കാണുമ്പോ ഇത്രയും ഡീസന്റായ ആൾക്കാരുണ്ടാവും. എന്നെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് എന്റെ കൈയൊക്കെ ഇങ്ങനെ വിറച്ച ആൾക്കാരുണ്ട്. സത്യമായിട്ടും ഞാൻ തന്നെ നുണ പറയണേ, എന്നെ നേരിട്ട് കണ്ടിട്ട് ഇത്രയും സിമ്പിൾ ആണല്ലേ, ഇത്രയും പാവമാണല്ലേ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഈ പറയുന്ന ആൾക്കാരെ ഒരു പെൺകുട്ടി എന്നെ കണ്ടു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊരു നെഗറ്റീവ് ഇട്ടായിരുന്നു. ചേച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്ര സിമ്പിൾ ആണ്, പാവമാണെന്ന് വിചാരിച്ചില്ല, പിന്നെ ലൈഫിലൊക്കെ ഇത്രയും അനുഭവിച്ച ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന്. ഞാൻ പെണ്ണ എഴുതിയിട്ട കമന്റ് അപ്പം തിരുത്തിട്ട് എൻ്റെ കൂടെ സെൽഫി ആ പെണ്ണ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതാണ് നമ്മുടെ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസം. നമ്മുടെ റീലില് ഇപ്പൊ സിനിമ നമ്മൾ ചെയ്യുന്നു, സിനിമ നമ്മൾ പല ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അത്രയും കണ്ടാൽ മതി എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇവരിപ്പോഴത്തെ ആൾക്കാർ ഈ റീൽ ഇടുമ്പോണ്ടല്ലോ, കാല് പൊങ്ങിപ്പോയല്ലോ, ആ കാലെന്താ ഇങ്ങനെ പോയി, അതെന്താ ഇങ്ങനെ വളഞ്ഞു പോയി എന്നൊക്കെ ചോദിക്കും. അതൊരു റീലല്ലേ, ആ റീലിൽ ചിലപ്പം പോരായ്മകൾ ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവിലുള്ളത് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇപ്പൊ എല്ലാം തികഞ്ഞവരൊന്നും അല്ല. എന്നെ ഭയങ്കര ബോഡി ഷെയ്മിങ്, എന്റെ ഫേസ് കൊള്ളത്തില്ല, സൗണ്ട് തോമയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖക്കല്ലേ എനിക്ക് വരത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ എൻ്റെ അപ്പനും അമ്മയും ഇന്ന നാട്ടുപുറത്തുകാരായിട്ട് ഞാൻ ഐശ്വര്യയുടെ മുഖം പോലെ ഇരിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? നടക്കൂല. എന്നാലും തളർന്നു പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഇതുവരെ ഞാൻ തളർന്നിട്ടില്ല. പിന്നെ ഫാമിലിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം വന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ചെയ്യുന്നതിന് എന്നെ പറയാ, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ തെറി ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സ്. അതിനകത്ത് എൻ്റെ ഫാമിലിയിൽ ഞാൻ വീഡിയോ പോലും ഉൾപ്പെടുത്താറില്ലാത്തൊരു ആഴ്ച ദിവസം ശനിയാഴ്ച മാത്രം ലൈവില് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെയും അമ്മയും കൊണ്ടുവരും. അങ്ങനെ ഞാൻ കാണിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ ഇവരെ കൊണ്ടുവരാറ് പോലും ഇല്ല. അപ്പൊ അവരെ പറയേണ്ട കാര്യമുണ്ടോ? എന്നെ പറയാ, ചേട്ടനെ പറയാ, പുള്ളിക്കാരെ ഞാൻ ഇടയ്ക്ക് കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളെ പറയാം, ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച ആൾക്കാരല്ല, എൻ്റെ ആദ്യം കല്യാണം കഴിഞ്ഞത് എൻ്റെ രണ്ടാമത്തെ കെട്ടിയവനാണ്, അങ്ങനെയൊക്കെയുള്ള കമന്റ്സുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അമ്മായിമ്മ പോലെ അടക്കം ഞാൻ അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്കും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വന്ന ആൾ. അപ്പം എന്നോട് പോയി പറയും, നീ അവിടെ പോയി നോക്കി ഇവരെ പോയി നോക്കി എന്നൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം നോക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇനി എന്നെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. ശരിയാ, എന്നെ എന്റെ ഇഷ്ടത്തിന് വിടുക, അത്രേ. അതെ, അതാണ് ഇവിടെ പലർക്കും പറ്റാത്തൊരു കാര്യം. അത് മാത്രമല്ല, ചില ചേച്ചിമാരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരെ മാത്രം നമ്മൾ കുറ്റം പറയുന്നില്ലേ. ഒരു 40 വയസ്സ് കഴിഞ്ഞ് കുറച്ച് ചേച്ചിമാരുണ്ട്, കൊലസ്ത്രീ എന്ന് പറയും, കൊലസ്ത്രീ. അപ്പൊ ചേച്ചിമാരിങ്ങനെ എന്താ പറയാ, പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കുർബാനയൊക്കെ കൂടി അമ്പലത്തിൽ പോയി ദീപാരാധനയൊക്കെ തൊഴുത് വന്നിരിക്കുന്ന സമയത്ത് ചേച്ചിമാർക്ക് കുറച്ച് വിഷമം വരും. ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും. ഒരു 50 കുറിയൊക്കെ കാണും നെറ്റിയില്, കഴുത്തെ കുറെ കൊന്തയൊക്കെ കാണും. അന്ന് പക്ഷെ കളിയാക്കുന്നല്ല കേട്ടോ, എനിക്ക് വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന ഈ ചേച്ചിമാർ എന്തിനാണ് ഈ വയസ്സനാം കാലത്ത് ഈ ഫേസ്ബുക്കിൽ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? ഇവർക്ക് വീട്ടിൽ കൊച്ചുമക്കളെ നോക്കി ഇരുന്നാ പോരെ. ശരിയാ, അല്ലേ? നോട്ട് പോയിന്റ് ഞാൻ പറയൂ, ഉപദേശിക്കാനാണ് അവര് ജോലിയുടെ ഉപദേശമാണ്. അവര് കൊച്ചുമക്കളെ, വീട്ടിലുള്ള മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ നോക്കി മകനെയൊക്കെ നോക്കിയിരിക്കുക. അതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്ക. പിന്നെ ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ, കുറച്ച് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ, അതിൽ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ബോച്ചേനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പൊ ഈ അടുത്താണെങ്കിൽ കുറെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയുന്നുണ്ട്, ബോച്ചയുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളും കേസെല്ലാം വന്നായിരുന്നു. അപ്പൊ ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എന്നോട് പെരുമാറുന്ന രീതി വെച്ചിട്ട് ഞാൻ സ്നേഹിക്കുന്നത്. അവരെന്തോ ആയിക്കോട്ടെ, അവർ ഏത് തരത്തിലുള്ളവരായിക്കോട്ടെ, പക്ഷെ അവർ എന്നോട് കാണിക്കുന്ന ഒരു പെരുമാറ്റം എനിക്കത് നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഞാൻ ഇപ്പൊ കോമഡി പറയുന്നത് തനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടണം. ചിലപ്പോൾ താൻ ഇരിക്കുന്ന അവസ്ഥ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ താൻ എന്നോട് കോമഡി പറയുമ്പോൾ അത് എനിക്ക് കേട്ടിട്ട് ഇത് കോമഡിയാണെന്ന് തോന്നണം, അല്ലേ? അത് ട്രാജഡി ആണെന്ന് തോന്നി നമുക്ക് ദേഷ്യം വരും. അപ്പം ബോച്ചി എന്ന് വെച്ചാൽ, ബോച്ചി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ കാര്യം. ഹണിറോസിനെ എനിക്ക് ഇഷ്ടമാണ്. ആളുടെ ആർട്ടിസ്റ്റ് ഇഷ്ടമാണ്. കോസ്റ്റ്യൂം അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അവര് തമ്മിലുള്ള പേഴ്സണലുള്ള കാര്യം അത് അവരുടെ വിഷയമാണ്. അത് ഹണിറോസിന് ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല, ബോച്ചെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ബോച്ചെ പബ്ലിക്കായിട്ട് പറഞ്ഞതും അത് ആ രീതിക്ക് എടുത്തു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2 തരത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടണം. ഞാനൊരു കോമഡി പറയുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടണം, അല്ലാതെ താൻ ചിലപ്പോൾ അത് വിചാരിക്കുന്നത് അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പിന്നെ പ്രശ്നമാവും. പിന്നെ അത് പ്രശ്നമാവും. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാൻ അതിന് നേരം വേണ്ട. ഒന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എനിക്കിങ്ങനെ കുരു 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 മഞ്ഞ കിളി ചോദിക്കില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ചില ഇവിടെ എന്താ പറയാ, വന്നിട്ട് ഇപ്പൊ ലൈവിലൊക്കെ ഇരിക്കാനല്ലോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്താ കഴിക്കുണ്ടാക്കുന്നത്, ഇതൊക്കെ നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. വീട്ടിൽ വന്ന് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചേച്ചി ആണെങ്കിലും സിനിമ ഫീൽഡിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ ഈ അടുത്ത് ലൈക്ക് മുന്നേ മുതലേ ഡിസ്കഷൻ ഇല്ലാന്നുള്ളൂ, പക്ഷെ ഉള്ള ഇഷ്യൂ ആണ്. പക്ഷെ ഈ അടുത്ത് ഭയങ്കര ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിൽ ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്. അപ്പൊ ചേച്ചിക്കാണെങ്കിലും ഇപ്പോൾ ഇപ്പൊ കമന്റിലൊക്കെ നമുക്ക് കാണാം ചേച്ചിയുടെ എതിരെ ഭയങ്കര അറ്റാക്ക്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ചെയ്തേക്കുന്ന സിനിമയൊക്കെ ചെറിയ സിനിമകളാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം കൊച്ചു സിനിമകൾ എല്ലാവരും കൂടെ ഒക്കെ ഒരു സഹകരിച്ച് വലിയൊരു ബാനറിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ വലിയ ബാനറിലേക്ക് പോയതാണ് നമ്മുടെ 19-ാം നൂറ്റാണ്ട് പ്രീസ്റ്റ്, ലൂസിഫർ, ഇങ്ങനെ 3 മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എൻ്റെ ഫേസ് പോലും അവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അങ്ങനെ ലൂസിഫറിലൊക്കെ എന്തോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചത്, പക്ഷെ നമുക്കറിയില്ലായിരുന്നു നമ്മളോട് വലിയ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയത്. അങ്ങനെ അതുപോലെ പ്രീസ്റ്റി ചെറിയൊരു വേഷമുണ്ട്, അതും ഈ പറഞ്ഞ തന്നെ ചെറിയ വേഷം. 19-ാം നൂറ്റാണ്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേനും ഞാൻ തടി കൂടുതലായിരുന്നു അന്ന്. അതിനകത്ത് ഇരുന്ന കോസ്റ്റ്യൂമും മറ്റേതല്ലേ, കച്ചേരി. അപ്പോൾ വണ്ണം തീരെ മെലിഞ്ഞ ക്യാരക്ടറാണ്. അപ്പോഴത്തേനും സാർ എന്നോട് പറഞ്ഞു, ഈ ഒരു വേഷത്തിന് നിനക്കത് പറ്റൂല, നമുക്ക് അടുത്ത സിനിമയിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും അങ്ങനെ പാളിപ്പോയി. പിന്നെ ഞാൻ ചെയ്തതൊക്കെ ഇമ്മാതിരി സിനിമകളാണ്. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ, നമുക്കറിയാവുന്നവരൊക്കെയുള്ള അഭിനയിക്കുന്ന സിനിമയൊക്കെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ ഒരു ചോദ്യം എന്നോട് വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാലും ഇപ്പം ചോദിച്ചാലും നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന മൈൻഡ് പോലെ ഇരിക്കും. നമ്മൾ അങ്ങോട്ട് നോ, പെണ്ണുങ്ങൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞിരിക്കണം, അല്ലാതെ കൊഞ്ചിക്കൊഴഞ്ഞാൽ സംസാരിക്കാൻ നിൽക്കരുത്. എന്താ ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടും. ഇപ്പോൾ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഒതുക്കി നിർത്തുമെന്നൊക്കെ പേടിച്ചിട്ട് പലരും നോ പറയാൻ പേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നോ പറയാനുള്ള ധൈര്യം ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നൊന്നും തോന്നിയിട്ടില്ല? അതൊന്നും എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എൻ്റെ ഫാമിലിക്കാണ്. അതുകൊണ്ട് എന്നോട് ഇപ്പോൾ വന്ന് ചോദിച്ചാലും, ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞത് ഞാൻ ഈ ചെറിയ സിനിമകൾ മതി എനിക്ക്,
അല്ലെങ്കിൽ എനിക്ക് സിനിമ കിട്ടിയില്ല വേണ്ട. എന്റെ യൂട്യൂബ് ചാനൽ എനിക്ക് 4 എണ്ണം ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ 4 സമയമില്ല. ഇപ്പൊ തന്നെ എന്റെ ലൈവിന്റെ സമയമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സമയം കാരണം ഞാനൊരു 9 മണി, ഒരു 8:45, 9 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ എനിക്ക് ലൈവ്, അതിൻ്റെ കൂടെ പിന്നെ റീൽസ്, പിന്നെ ജിമ്മ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രിയായി. പിന്നെ ലൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ഡെയിലി ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് സമയമില്ല ഒന്നിനും. അപ്പൊ പിന്നെന്ന് വെച്ചാൽ സിനിമ ഇപ്പൊ ഞാൻ അങ്ങനെ വലിയ റിസ്ക് എടുത്ത് ചോദിക്കുന്നില്ല ആരുടെയും. കരഞ്ഞ് കാല് പിടിച്ച് വേഷം മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ പോകുന്നില്ല. എന്റെ യൂട്യൂബ് ചാനലായിട്ട് ഞാൻ പോവാണ്. കാരണം എന്നെ ഇപ്പോഴും എന്റെ സോഷ്യൽ മീഡിയ വഴി വളർന്നു വന്നുകൊണ്ടാണ് ആൾക്കാർ എന്നെ ഇപ്പോഴും കാണുന്നത്. അല്ലാതെ എന്റെ സിനിമയിൽ കണ്ടു എന്ന് പറഞ്ഞ് എന്നോട് ഇതുവരെ ആരും പറഞ്ഞില്ല. പിന്നെ ലവ് ഫോർ സെയിൽ ഇറങ്ങിയപ്പോഴത്തേനും അത് അങ്ങനത്തെ ഒരു മൂവി ആയതുകൊണ്ട് അത് കണ്ടെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കൊണ്ട് പോസ്റ്ററൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ എന്നെ ചേച്ചി റീൽ ചെയ്യാറുള്ള ആളല്ലേ. എന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ, പുലികളി കണ്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ എന്നെ ആൾക്കാർക്ക് അറിയൂ. എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഞാൻ സിനിമയ്ക്ക് വേണ്ടി കരഞ്ഞ് കാല് പിടിക്കാൻ പോകത്തില്ല. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് പേര് മുന്നോട്ട് വന്നല്ലോ. അപ്പൊ ചേച്ചിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരു സിറ്റുവേഷൻ? അങ്ങനെയില്ല. എനിക്ക് അത്രയും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു അമ്മ മേഖലയിൽപ്പെട്ട ആരുമായിട്ട് അങ്ങനെ വലിയ പരിചയങ്ങളില്ല. എല്ലാവരും ജസ്റ്റ് ഹായ് ബൈ ട്ടോ, ജസ്റ്റ് ഹായ് ബൈ അങ്ങനെയുള്ളൊരു. ഇപ്പൊ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയി പരിചയപ്പെട്ടു. പിന്നെ ചില വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ തന്നെ ശരി ഇന്ന് അടുത്ത വർക്കിന് കാണാമെന്നും പറഞ്ഞു അത്രയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലൂസിഫറിലെ ചേച്ചി ഒരു പാർട്ടായിരുന്നു, ലൈക്ക് റിലീസ് ചെയ്തില്ലെങ്കിൽ അതിലൊരു പാട്ടായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്തത് എമ്പുരാനാണ് വരാൻ പോണത്. അപ്പൊ എമ്പുരാനില് പ്രതീക്ഷ ഉണ്ടോ? ശരി എന്നാ അതെന്താ അങ്ങനെ? ലൂസിഫർ അല്ല, ലൂസിഫർ ആദ്യത്തെ. എമ്പുരാൻ ഇപ്പൊ റിലീസ് ആവാൻ പോകുള്ളൂ. അത് ലാലേട്ടന്റെ മൂവിക്ക് ശേഷമല്ലേ? മറ്റേ മൂവിയുടെ പേരെന്താ? കാർട്ടൂൺ മൂവി ബറോസിന് ശേഷമല്ലേ? അല്ല, ലൂസിഫറിന്റെ രണ്ടാമത്തെ പാർട്ട്. കണക്ഷൻ ഇപ്പോഴാണ് ഓക്കെ, അത് വിജയിക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും ഇത്രയും വലിയ ടോപ്പിക്ക്, അത്രയും വലിയൊരു ആൾക്കാരെ ഒന്നും വിലയിരുത്തേണ്ട ആളൊന്നും അല്ല. വിജയിക്കട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ. ഞാനും പോയി കാണാൻ ശ്രമിക്കുന്നുണ്ട്. ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ആരൊക്കെ പറയണേ. അതെ, ടിക്കറ്റ് പക്ഷെ ബുക്ക് മൈ ഷോയില് വന്നിട്ടില്ലല്ലോ. വരാറാവുന്നുള്ളൂ. വരുമ്പോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. അല്ല, വിജയിക്കട്ടെ. ഇപ്പൊ എന്താ പറയാ, എല്ലാ ന്യൂജൻ പിള്ളേരുടെ സിനിമകളാണ് കൂടുതൽ വിജയിക്കുന്നത്. പിള്ളേരൊക്കെ ഒരു വൈബാണ്. ഏറ്റവും കൂടുതൽ വൈബ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിലളി മറ്റേ വാലന്റൈൻസ് ഡേക്ക് അന്ന് ഐ ലവ് യു തന്നെ പറയണമെന്ന് കത്ത് വരെ എഴുതി വെച്ചിട്ടില്ല. ഇത്ര ഇഷ്ടപ്പെടാൻ അവന്റെ എന്താ പറഞ്ഞ, അവനൊന്നും വിളിക്കുന്നത് ക്ഷമിക്കുക, പ്രായത്തിന് ഇളയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ബേസിൽ സാറിന്റെ അഭിനയം അടിപൊളിയാണ്. പിന്നെ തല ഒരു രക്ഷയില്ല, ബുദ്ധി രക്ഷ. പിന്നെ ന്യൂജൻ വൈബാണ് എന്ന് വെച്ചാല് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ്. അതെ, ഇപ്പൊ പണ്ടത്തെ ഡയറക്ടർമാർ എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ ഇരുന്നോ നമ്മൾ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്ന മൈൻഡല്ല. അതൊന്നുമല്ല, ഫ്രീ മൈൻഡാണ്. ആർട്ടിസ്റ്റിന്റെ കൂടെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ തന്നെ. എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഞാനൊന്നുമല്ല, സിനിമയിലുള്ള ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരു മനുഷ്യ സ്ത്രീ, സാധാരണ സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബേസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് അടുത്ത കണ്ടേല്? എല്ലാ മൂവി ഇഷ്ടമാണ്. അതിലൊക്കെ ഭയങ്കര കുറച്ച് വില്ലനീസും കൂടി എന്ത് വില്ലൻ ചെയ്താലും നമുക്ക് കാണുന്നവർക്ക് വില്ലനായിട്ട് തോന്നുന്നില്ല, കോമഡി ആയിട്ട് വരില്ലേ? എന്നോടും പറഞ്ഞിട്ടുണ്ട് ബേസിന്റെ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നു. അതെ. പിന്നെ ചേച്ചി പുലിക്കളി ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറില്ലേ? പൊതുവെ നമ്മൾ സ്ത്രീകള് പുലിക്കളി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ പുലിക്കളിയോ സ്ത്രീകളോ അങ്ങനെയൊക്കെ ആലോചിക്കാറ്. പക്ഷെ ചേച്ചി ചെയ്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പൊ അതിനെ പറ്റി പറയാമോ? എന്തുകൊണ്ടാണ് പുലികൾ എന്ന് വെച്ചാൽ നമ്മള് ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണ് പെണ്ണെന്ന് വ്യത്യാസമുണ്ടോ? അങ്ങനെ വ്യത്യാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു മുറിക്കകത്ത് അടഞ്ഞ് കെട്ടി കിടക്കുന്നൊക്കെയാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആണും പെണ്ണും എല്ലാം തുല്യതയായിട്ടിരിക്കുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് പുലികളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ പോയി കണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ്. എനിക്കതിന് കുറേ നെഗറ്റീവൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു 4-5 മണിക്കൂറൊക്കെ നമ്മൾ യൂറിൻ പോലും പാസ് ചെയ്യാണ്ട് ഇവിടെ ഇരുന്ന അരപ്പട്ടേക്കില്ല 7-8 കിലോ ഉണ്ടാവും. അതൊക്കെ അരയെ കെട്ടി നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. പിന്നെ പാമ്പ് പിടിച്ച പുലികളി ചെയ്യുന്ന ചേട്ടന്മാരെ പുലികളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അല്ലാതെ കുറച്ച് പേരെയൊക്കെ പ്രോഗ്രാമിനൊക്കെ അവിടെ ഇവിടെ വിളിക്കുന്നല്ലാതെ ഒന്നും അവർക്കൊന്നും പിന്നെ ഈ വയറും കൊണ്ട് അവസരം നിങ്ങൾ ഓർത്ത് നോക്കിയേ. പക്ഷെ പുലികളിക്ക് എല്ലാവരും ഉണ്ടാവും, അവരെ കാണിക്കെടുക്കാനും ഫോട്ടോ എടുക്കാനും. അത് കഴിഞ്ഞ് ഈ ചേട്ടന്മാരെ ഒന്നും ആർക്കും ഒരു വിവരമില്ല, എവിടെയാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. അവർ ആ വയറും വെച്ച് ജീവിക്കുന്നൊന്നും ഓർത്ത് നോക്കിക്കണം. അപ്പൊ അതുപോലെ അത്രയും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. മൂത്രം പോലും ഒഴിക്കാൻ പറ്റാണ്ട് നമ്മള് 6-7 കഷ്ടപ്പാട് അറിയില്ല. നല്ലപോലെ ആ പെയിന്റ് അടിക്കുവാണെങ്കിൽ തന്നെ ഇത് മണ്ണെണ്ണ തേച്ചത് കഴുകി കളയുമ്പോൾ ഉള്ള ഒരു എഫോർട്ട് ഉണ്ടല്ലോ, അതൊന്നും പെമ്പിള്ളാർ എടുക്കൂല. ഇപ്പത്തെ പെമ്പിള്ളാർ എല്ലാവരും പറയും പെമ്പിള്ളാർ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ടീമായിട്ട് ഇറങ്ങാം, പെൺപുലികളായിട്ട് തന്നെ ഇറങ്ങാം. പക്ഷെ പിള്ളേരോട് ചോദിക്കുമ്പോഴൊക്കെ പറയാം ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾക്കൊക്കെ നടുവേദനയാണ്. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് പിന്നെ എല്ലാവർക്കും നടുവേദനയാണ്, ആർക്കും നടുവേദന ഇല്ലാത്തതില്ല.
പിന്നെ മടിച്ചുകളാണ് ഒട്ടുമിക്ക ആൾക്കാർ, എല്ലാം കുഴിമടിയത്തികളാണ്. അതിപ്പോ തന്നെ ട്രെൻഡ് എന്നെ നോക്കി ഇരിക്കുന്നിടത്ത് ഇച്ചിരി വെള്ളം എടുത്തു തരുമോ എന്ന് പറയുന്ന പോയി കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഒരു ചായ വെക്കാൻ പോലും ആർക്കും അറിയത്തില്ല, എല്ലാം മടിച്ചുകളാ. ഇവിടെ വന്നിരുന്ന ഞാനാണ് അടുക്കള കയറുന്ന മൊത്തം. അതിപ്പത്തെ ട്രെൻഡാണ്. അത് പറഞ്ഞാ മതി. അത് നമ്മുടെ സേഫ് സോൺ, അതിപ്പത്തെ ട്രെൻഡ്. ഇതൊന്നും പറയണ്ട, ഇതിനുള്ളതൊന്നും പറയണ്ട. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ പുലിക്കളി എന്ന് പറയുന്നത് ആണുങ്ങൾ ചെയ്തേ പറ്റൂ, അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ആണുങ്ങളുടെ ജോലി, നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഏത് ജോലി ഇപ്പൊ എല്ലാം ഇപ്പൊ തെങ്ങ് കയറുന്നുണ്ടല്ലേ പെൺപിള്ളേർ, എത്രയോ പേര് കയറുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര വിമർശിക്കപ്പെടാറില്ലേ പെണ്ണുങ്ങൾ എപ്പോഴും എല്ലാരും അടിച്ച് റൂമിനുള്ളിൽ തന്നെ കിടക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് വിമർശിക്കുന്ന മൊത്തം. പെൺപിള്ളേരൊക്കെ വരട്ടെ, ഉദിച്ചു കയറി വരട്ടെ. പിന്നെ നമുക്ക് ഉള്ളൊരു പക്ഷെ വേറൊരു കാര്യമുണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിനെ അമ്മയാകാൻ പറ്റൂ അല്ലേ? അത് ശരിയാ. ആ ഒരു സഹനം, ആ ഒരു വേദന ആണുങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. പറ്റൂലടേ, പറ്റൂല. സ്മരണ വേണം നിനക്കൊക്കെ, സ്മരണ. നിന്നോടും കൂടി നോക്കി നിന്ന് ചിരിച്ചോണ്ടിരിക്കുക. അതെ, ഇത് ഓരോന്ന് പറയുമ്പോ നോക്കി പറയണം. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറയുമ്പോ പിന്നെയുള്ള ഒരു ട്രെൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പണ്ട് മുതലുള്ള കാര്യം, ഓൺലൈൻ അമ്മാവന്മാർ. എന്താണ് പറയാനുള്ളത്?